നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ ഏറ്റവും ഭക്തിയോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സുഖിന് വേണ്ടി വെൻസിക്ക് വേണ്ടിയുമാണെന്നുള്ള ആ ബോധ്യത്തിൽ ഈ കുർബാനയിൽ പങ്കുചേരാൻ എല്ലാവരും പരിശ്രമിക്കുക. നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് ഭക്തിയോടെ പങ്കുചേരാൻ പ്രാർത്ഥിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളായി വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാസ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനനായ എന്നെ ശക്തനാക്കണമേ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗണത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയാണ് സഭയെ നീ സന്തോഷിക്കുന്നു. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കാം. നിന്റെ മക്കൾ ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. തിരിച്ചറിയിക്കുന്നതിനായിട്ട് ദമ്പതികളും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും മുൻപോട്ട് കടന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നവരുടെ ചെയ്ത വിശുദ്ധ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വരുന്ന മനസ്സിലിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടെല്ലാം പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നെയോ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്തുക്കളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവത്തിനത്തിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരിതമഴിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ പ്രകൃതിയുടെ അവകാശം എന്ന നിലയിൽ അവരോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്.
വിശുദ്ധ യോഹന്നാനീസം നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമില്ല, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിയില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തെ പിടിഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. ഒരു കുടുംബത്തിന്റെ രൂപം കൊടുക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട സുബി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട സുബിന്റെയും ലിൻസിയുടെയും വിവാഹം ആശീർവദിക്കുവാൻ ദൈവം ഒരു അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. സുബിന്റെയും സുബിന്റെ മാതാപിതാക്കളും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ അത്ര വേണ്ടപ്പെട്ടവരും അത്ര സ്നേഹമുള്ളവരും നമ്മുടെ കൂട്ടായ്മയിൽ ഒത്തുചേർന്ന് പോകുന്നത് കൊണ്ടാണ് എന്നെ ക്ഷണിച്ചു കഴിഞ്ഞിട്ടുള്ള നേതൃത്വത്തിലേക്കുണ്ടായിരുന്നത് മാറ്റിവെച്ച് ഈ കുടുംബത്തോട് നമ്മുടെ ഇടവകയോടുള്ള സ്നേഹത്തെ ഞാൻ ഇവിടെ വന്നത്. സുബിനെ ചെറുപ്പം മുതലേ എനിക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ സുബിന്റെ മാതാപിതാക്കളെ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഉറപ്പും ബോധ്യവും എനിക്കുണ്ട്. ഞാൻ ഇന്നത്തെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. കാരണം കുറച്ച് ഇടവകളിൽ നിന്നുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഓരോ പ്രശ്നങ്ങൾ എന്റെ മുൻപിൽ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അത് പൗരോഹിത്യത്തിലാണെങ്കിലും കുടുംബ ജീവിതങ്ങളിലാണെങ്കിലും എങ്ങനെയൊക്കെ അതിനെ തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നതിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മാത്രം 3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമതായിട്ട് ഒരു ദൈവ സാന്നിധ്യ സ്മരണ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് കുടുംബ ജീവിതത്തിൽ മാത്രമല്ല, പൗരോഹിത്യത്തിലാണെങ്കിലും സമർപ്പിത ജീവിതത്തിലാണെങ്കിലും ഒരു ദൈവ സാന്നിധ്യ സ്മരണ എപ്പോൾ അകന്നു പോകുന്നു അവിടെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ ഏറ്റെടുക്കുന്ന ജീവിതത്തിൽ മാത്രമല്ല, ഞാനായിരിക്കുന്ന ജീവിതത്തിലും എല്ലാ പൗരോഹിത്യ ജീവിതങ്ങളിലും സംഭവിക്കുന്ന ഒരു കുറവാണ് ദൈവ സാന്നിധ്യ സ്മരണ. ദൈവം എന്നെ വഴി നടത്തുന്നു, ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ആ ചിന്ത നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുബിൻ, പ്രിയപ്പെട്ട ലിൻസി, എപ്പോഴും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് വേണം നിങ്ങളുടെ യാത്ര നടത്താൻ. എപ്പോൾ നിങ്ങൾ ദൈവത്തെ മറന്നുകൊണ്ട് ദൈവികമായ കാഴ്ചപ്പാടിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നു, നിങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ